ഹൈ ഗൈസ്, കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് ഇപ്പോൾ കോഴിക്കോട് പെരുവണ്ണ തയ്യൽ താഴത്താണ്. ഈ കാണുന്നത് പെരുവണ്ണ ഭാഗത്തേക്കും ഈ കാണുന്നത് പൂവാട്ടുപറമ്പ് ഭാഗത്തേക്കും പോകുന്ന റോഡാണ്. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബർമാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സീറ്റിന് മടയുന്ന സ്ഥലം എവിടെയാണുള്ളതെന്ന്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ ഇത് ഓൾറെഡി മടഞ്ഞതാണ്. ഇത് നമ്മളൊരു ബസ്സിന് വേണ്ടിയിട്ട് ഇവർ മടഞ്ഞതാണ്. ബസ്സിൻ്റെ ചാരാണ് ഇത്. ബസ്സിനെ ഇരിക്കുന്ന സീറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ ഇതിൻ്റെ ഓണർ അബൂബക്കർ കാക്കാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ മടഞ്ഞു വെച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ കസാരകൾ മാത്രമല്ല, ഈ ഇത് കണ്ടില്ലേ കട്ടിൽ, അതുപോലെ ഈ മടയൽ ഇത് കസാരൻ്റെതാണ്. അതുപോലെ മടയൽ സംബന്ധമായ എന്ത് വർക്കുകളും ഇവർ ചെയ്യുന്നതാണ്. ഇവിടെ ഓൾറെഡി ഒരു പഴയ കസാര കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ഈ കൊട്ടക്കാർക്ക് കൊടുത്ത് ഒഴിവാക്കുന്ന കസാരമാണ്. അതുപോലെ ഈ കൊട്ട കസാര ഇതിലൊക്കെ ഒരു പ്രാവശ്യം ഇരുന്നാൽ നമ്മൾ എഴുന്നേൽക്കാറില്ല, പണ്ട് കാലത്തുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ മടയാറുണ്ട്. നമ്മൾ ഓട്ടോൻ്റെ മാത്രമല്ല, ഇവർ ഈ മടയിലുള്ള എന്ത് വസ്തുക്കളുണ്ടോ അതെല്ലാം ഇവർ മടയാറുണ്ട്. അപ്പോൾ ഇവരെ നമ്പർ നമ്മൾ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെയുള്ള അബൂബക്കർ കാക്കനോട് നമ്മൾ കുറച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ സംസാരിക്കുന്ന ആ വീഡിയോ ക്ലിപ്പിന് ഒരു മൈക്കിന് കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെയാണ്, അതായത് ഞാൻ തന്നെയാണ് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ പറഞ്ഞിരുന്നത്. അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ സബ്സ്ക്രൈബർമാരെല്ലാവരും ക്ഷമിക്കണം. മൈക്കിൻ്റെ ഒരു ചെറിയ വിഷയം കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നത്, നമ്മൾ ആദ്യം തന്നെ ഇൻഡസ്ട്രിയിൽ പോയിട്ട് ആ സീറ്റിൻ്റെ അളവിൽ നമ്മളൊരു മുക്കാൽ നമുക്ക് അതിൻ്റെ ഫ്രെയിം അടിക്കുക. അതിനുശേഷം കുറച്ച് വിട്ട് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി 6 mm കമ്പി കൊണ്ട് കുറച്ച് വിട്ട്, അവർക്ക് മടയണമെങ്കിൽ ഈ കമ്പി വേണം. ഈ കമ്പി ഉണ്ടായി കഴിഞ്ഞാലേ ഉള്ളൂ. ഈ നടുക്ക് കണ്ടില്ലേ നിങ്ങൾ, നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഹോൾസുകൾ കിട്ടണമെങ്കിൽ ആ 6 mm കമ്പി നിർബന്ധമാണ് കുറച്ച് വിട്ടിട്ട്. അതിനുശേഷം അദ്ദേഹം നമ്മളോട് പറഞ്ഞത് എത്ര സമയമുണ്ടെന്നായിരുന്നു നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഫുൾ ടൈമും അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് ഇതിൻ്റെ വിറകിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ ഈ താഴെ തന്ന നമ്പറിൽ വിളിച്ചാൽ അദ്ദേഹം അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ പിറകിൽ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. താമസവും അദ്ദേഹം ഇവിടെ തന്നെയാണ്. പിന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞത്, ഇതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു 6 mm കമ്പി, ഇത് കുറച്ച് വിട്ടതിന് ശേഷം അത് റൗണ്ടിൽ ചുറ്റുഭാഗത്തും ചെയ്യണം. എന്നിരുന്നാലേ ഉള്ളൂ ഇതിന് ഈ ഹോൾസ് കിട്ടുള്ളൂ. കാരണം നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അടിഭാഗത്ത് കൂടി എയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഈ വീട്ടിലെ കസാരകളുണ്ടല്ലോ, ഈ കാണുന്ന കസാര ടൈപ്പിൽ വരുള്ളൂ. അപ്പോൾ അടിയിൽ കൂടി നമുക്ക് എയർ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ കൂടിയുള്ള 6 mm കമ്പിയോ ആ ലെവലിൽ നിങ്ങൾ വളച്ച് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവിടുന്ന് തന്നെ ബാക്കി എല്ലാ വർക്കുകളും, അത് നിങ്ങൾ പെയിൻറ്റിങ് ആയാലും നിങ്ങൾ ഇൻഡസ്ട്രിയൽ വർക്ക് കഴിഞ്ഞിട്ട് നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. പെയിൻറ്റിങ്ങും ഈ മടഞ്ഞിട്ട് അദ്ദേഹം ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ ഈ ഓട്ടോറിക്ഷൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് മടയേണ്ടത്, അതായത് അത് പല തരത്തിലുള്ളതായിരിക്കും. ചിലപ്പോൾ കട്ടിലുകളായിരിക്കും, കസാരകളായിരിക്കും. ഇതൊക്കെ ഇദ്ദേഹം വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയും ഭംഗിയോടു കൂടിയും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓട്ടം പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഇത് എവിടെയാണ് ഉള്ളതെന്നൊക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറയുകയാണ്, ഇത് പൂവാട്ടുപറമ്പ്, കോഴിക്കോട് നിന്ന് വരുന്നവരാണെങ്കിൽ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് പൂവാട്ടുപറമ്പ് ഭാഗത്ത് നിന്ന് ബസ് ഇറങ്ങി അതിനുശേഷം പെരുമണ്ണ ഭാഗത്തേക്ക് പോകുന്ന റോട്ടിൽ തയ്യൽ താഴത്താണ് ഈ സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വിവരം അന്വേഷിക്കുന്നവർക്കുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ അബൂബക്കർ ഖാനോട് ശബ്ദം നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ആയത്. അപ്പോൾ നമ്മൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വീഡിയോ വളരെ ഭംഗിയോട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. താങ്ക്